ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണ വസ്തു. ഇന്ന് നമ്മൾ ഹരിനാമ കീർത്തനത്തിലെ ശ്ലോകം 37 എടുക്കുന്നത്. ജന്തുക്കളുള്ളിൽ വിലസിയിടുന്നു പാർക്കിലിഹ ബന്ധം വിടാതെ പരിപൂർണാത്മനാസദം തന്തവും മണിപ്രകരഭേദങ്ങൾ പോലെ എന്തെന്തു ജാതി നാരായണായ നമാം. ഹരേ കൃഷ്ണ. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ബോധരൂപമായി വർത്തിക്കുന്ന ഈശ്വരന്റെ സ്വരൂപത്തിൽ നിന്ന് വിട്ടുപോകാതെ സദാ സർവത്ര നിറഞ്ഞ് നിന്നുകൊണ്ട് ചരടിൽ വിവിധ തരത്തിലുള്ള തത്വങ്ങൾ, രത്നങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നത് പോലെ എന്തെല്ലാമാണ് ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലയോ നാരായണ, അവിടുന്ന് നമസ്കാരം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ജന്തുക്കളുടെ എല്ലാം ആ, ഉള്ളിൽ വിലസിയിടുന്ന ഭഗവാന്, അല്ലെ, എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നു, അല്ലെ. അപ്പോൾ ആ ആ ഒരു ബന്ധം, ഭഗവാനുമായിട്ടുള്ള ബന്ധം വിടാതെ നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ എപ്പോഴും ഇരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, തന്തവുമണി പ്രകരഭേദങ്ങൾ പോലെ പരം എന്തെന്തു ജാതി ആ, ജാതിപത നാരായണായ നമ. എന്തെന്തു ജാതമിഹ നാരായണായ നമ. അതായത് വിവിധ തരത്തിലുള്ള രത്നങ്ങൾ ഒരു മാലയിൽ ഇങ്ങനെ കോർത്തിണക്കിയിരിക്കുന്നത് പോലെ ഈ ലോകത്ത് ആ, കാണുന്ന എല്ലാ സംഭവങ്ങളും ഭഗവാനിലേക്ക് കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെ. സൂത്രവും മണികണ്ഠ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഭഗവത്ഗീതയില്. അതായത് ഈ സർവ്വ പ്രപഞ്ചങ്ങളും ഒരു മാലയില്, ഒരു ചരടിൽ ഇരിക്കുന്ന മാലയിലെ മുത്തുകൾ പോലെ എന്നിലേക്ക് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് ഭഗവാൻ ഉപമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ, അല്ലയോ ഹരിനാരായണ, ഈ സർവ ആ, ബന്ധങ്ങൾക്കും ഹേതുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അവിടത്തേക്ക് എൻ്റെ നമസ്കാരം. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.